സോ ഈ വീഡിയോയിൽ മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജിൽ നമ്മൾ മോഡ്ഗേജ് ആണ് പഠിക്കുന്നത്. മോഡ്ഗേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. മോഡ്ഗേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ക്രിയേറ്റിംഗ് ചാർജ്, അനദർ വേ ഓഫ് ക്രിയേറ്റിംഗ് ചാർജ്. ഓക്കെ, സോ വാട്ട് ഈസ് എ മോഡ്ഗേജ്? മോഡ്ഗേജ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പ്ലെഡ്ജ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിലെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്താണ്? മോഡ്ഗേജ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ചാർജ് ചെയ്യണത്. ഓക്കെ, ആസ് എ ബാങ്കർ. അപ്പോൾ എന്താണ് ഒന്നുകൂടി നമുക്ക് നോക്കാം എന്താണ് മോഡ്ഗേജ്. മോഡ്ഗേജ് ഇസ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു സെക്യൂർ ആൻ അഡ്വാൻസ് loan or existing debt or a debt or performance of an obligation. So if you are using an immovable property to create security for an loan or maybe any obligations, performance of any obligation, ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? മോഡ്ഗേജ് എന്ന് വിളിക്കുന്നു. ഇഫ് ഇറ്റ് വാസ് എ മൂവബിൾ പ്രോപ്പർട്ടി യു വുഡ് ഹാവ് കോൾഡ് ദാറ്റ് ചാർജ് ആസ് വാട്ട്? പ്രെഡ്ജ്. അല്ലേ, മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രെഡ്ജ് എന്ന് വിളിക്കും. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? മോഡ്ഗേജ് എന്ന് വിളിക്കുന്നു. പക്ഷേ എന്നാൽ മോഡ്ഗേജ് ആയിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് സ്പെഷ്യൽ മോഡ്ഗേജിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം അല്ലേ. പലതരത്തിലുള്ള മോഡ്ഗേജസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഓരോ തരത്തിലുള്ള മോഡ്ഗേജസ് എന്നൊക്കെ നോക്കാം. അതിന് മുന്നേ വിൽ സി വാട്ട് ഈസ് ഹൂ ഈസ് എ മോഡ്ഗേജർ, ഹൂ ഈസ് എ മോഡ്ഗേജി, മോഡ്ഗേജ് മണി, മോഡ്ഗേജ് ഡീഡ്. കാരണം ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ആണ് അല്ലേ. അപ്പോൾ മോഡ്ഗേജ് എന്ന് പറയുന്നത് ഓണർ ഓഫ് ദി പ്രോപ്പർട്ടീനെയാണ്. റൈറ്റ്, ആരാണോ ഓണർ, പ്രോപ്പർട്ടിയുടെ ഓണർ, അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡ്ഗേജർ എന്ന് പറയുന്നത്. മോഡ്ഗേജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രാൻസ്ഫറി ഓർ ടു ദി പേഴ്സൺ ഹൂം ദി പ്രോപ്പർട്ടി ഈസ് മോഡ്ഗേജ്ഡ്. റൈറ്റ്, അപ്പം ബാങ്കിൻ്റെ കേസിൽ ബാങ്കർ ആയിരിക്കും എന്ത്? മോഡ്ഗേജി എന്ന് പറയുന്നത് അല്ലേ. പിന്നീട് ഉള്ളത് മോഡ്ഗേജ് മണിയാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ദി ഇൻട്രസ്റ്റ്. റൈറ്റ്, ബോത്ത് സം ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്, ദി ഇൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഇസ് വാട്ട് വി കോൾ ആസ് വാട്ട്? മോഡ്ഗേജ് മണി. മോഡ്ഗേജ് ഡീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ബൈ വിച്ച് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി സെലക്റ്റഡ്. അതായത് ഒരു നമ്മൾ പറയില്ലേ, ഒരു കോൺട്രാക്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഡീഡ് എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡ്ഗേജ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഡീഡ്, റൈറ്റ്, ആ ഡീഡിനകത്ത് എന്ത് ചെയ്യും? ബാങ്കറിൻ്റെ ഭാഗത്തു നിന്ന് ഒരാളും ദി ബോറോവർ ഈസ് ഓൾസോ സൈനിങ് ഇറ്റ്. റൈറ്റ്, സോ ഇറ്റ് ഈസ് ആക്ച്വലി ദി ഇൻസ്ട്രുമെൻറ്റ് ബൈ വിച്ച് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഈസ് എഫക്റ്റഡ്. റൈറ്റ്, ട്രാൻസ്ഫർ നടക്കുന്നത് ആ ഡീഡ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ലെറ്റ് us see what are the different types of mortgage. So mortgage എന്ന് പറയുന്നത് it is actually explained or defined in Transfer of Properties Act 1982 and it is given in section 58A, 58 subsection A. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്ഗേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്സ് ഓഫ് മോഡ്ഗേജ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ഇൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് 18, again in Transfer of Property Act but in 1882. Right, first one, it is simple mortgage. So what is a simple mortgage? Simple mortgage is executed where without any property being delivered to the mortgagee, the mortgager make himself liable to repay the debt. Right, സിമ്പിൾ മോഡ്ഗേജ് കേട്ടോ. അപ്പം അതായത് എ സിമ്പിൾ മോഡ്ഗേജ് ഇസ് വൺ വേർ വിത്തൗട്ട് ഡെലിവറിങ് പൊസഷൻ കൊടുക്കാതെ തന്നെ, റൈറ്റ്, വിത്തൗട്ട് ഡെലിവറിങ് പൊസഷൻ ഓഫ് ദി മോഡ്ഗേജ് പ്രോപ്പർട്ടി, ദി മോഡ്ഗേജർ ബൈൻഡ്സ് ഹിംസെൽഫ് പേഴ്സണലി, റൈറ്റ്, ടു പേ ദി റീപേ. അപ്പോൾ പേഴ്സണൽ ബൈൻഡിങ് ആണ് അവിടെ ഉള്ളത്. ടു പേ ദി മോഡ്ഗേജ് മണി ആൻഡ് എഗ്രീസ് എക്സ്പ്രസീവ്ലി ഓർ ഇംപ്ലൈഡ്ലി. റൈറ്റ്, എക്സ്പ്രസീവ്ലി എന്ന് പറഞ്ഞാൽ ഇൻ റൈറ്റിംഗ്, ഇംപ്ലൈഡ്ലി എന്ന് പറഞ്ഞാൽ ഓർ എൽസ്. റൈറ്റ്, ഇറ്റ് ഈസ് ഇംപ്ലൈഡ്, റൈറ്റ്, ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ അത് യെസ്, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, റൈറ്റ്, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹീ ഈസ് പേഴ്സണലി ലയബിൾ. ഓക്കെ, യെസ്, സോ the simple mortgage എന്താണ്? he is personally liable to make the payment. അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. Next we have mortgage by condition sale. Right, mortgage by condition sale. Okay, so what happens in mortgage by condition sale? Mortgage by condition sales in which where the mortgager ostensibly, mortgager ostensibly sells the mortgage property on the condition that on default of payment of mortgage money on a certain date, the sale shall become absolute. യഥാർത്ഥത്തിൽ സെയിൽ ആയിട്ട് മാറും എന്നുള്ളൊരു കണ്ടീഷൻ. രണ്ടാമത്, on such payment being made, the sale shall be
ബിക്കം വോയിഡ്. അതായത് പേയ്മെൻറ്റ് നടത്തിയാൽ അതെന്താവും ഒരു വോയിഡ്, അതായത് അത് സെയിൽ അല്ലാതെയായി പോകും. പേയ്മെൻറ്റ് നടത്തില്ലെങ്കിൽ അത് സെയിൽ ആബ്സൊല്യൂട്ട് സെയിലായിട്ട് മാറും. ഓൺ സച്ച് പേയ്മെൻറ്റ് ബി മെയ്ഡ് ദി ബയർ ഷെൽ ട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി ടു ദി സെല്ലർ. അപ്പം പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അങ്ങനെ സെയിൽ ഇല്ലാതെയായി പോകും, പ്രോപ്പർട്ടി സെല്ലർക്ക് തിരിച്ച് ബയർ കൊടുക്കണം. ഓക്കെ, നൗ ഒസ്റ്റെൻസിബ്ലി മീൻസ് നമ്മൾ മലയാളത്തിൽ അതിനെ പറയുന്നത് അത് പ്രത്യക്ഷത്തിൽ സെയിലാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ പറയില്ലേ, പ്രത്യക്ഷത്തിൽ എന്ന് പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. സോ മോർഗേജ് ബൈ കണ്ടീഷൻ ഓഫ് സെയിൽ മീൻസ് പ്രത്യക്ഷത്തിൽ സെയിലാകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോപ്പർട്ടി മോർഗേജ് ചെയ്യും. പക്ഷേ അതൊരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്, പേയ്മെൻറ്റ് തിരിച്ചു കൊടുത്താൽ ആ സെയിൽ വോയിഡ് ആവും, തിരിച്ച് പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ ദർ ആർ സം സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് മോർഗേജ് ബൈ കണ്ടീഷൻ സെയിൽ. അപ്പം അതിവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ക്വിക്ക്ലി ഐ വിൽ സേ ഫ്യൂ ഓൺ റൈറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ സെയിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് യഥാർത്ഥത്തിലുള്ള സെയിലല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഒസ്റ്റെൻസിബിൾ സെയിൽ, റൈറ്റ്, ഒസ്റ്റെൻസിബിൾ സെയിൽ. രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇഫ് ദി മോർഗേജർ മേക്സ് എനി ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ദി ഒസ്റ്റെൻസിബിൾ സെയിൽ ബിക്കം വാട്ട്, റിയൽ സെയിൽ. നമ്മളിവിടെ പറഞ്ഞതാണ് അല്ലേ. അറ്റ് ദി സെയിം ടൈം നമ്മൾ സിമ്പിൾ മോർഗേജിൽ എന്ത് പറഞ്ഞു, പേഴ്സണൽ അല്ലേ, പേഴ്സണൽ ഹി അബൈഡ്സ് ഹിംസെൽഫ് എന്ന് പറയില്ല, ഒരു പേഴ്സണൽ ഒബ്ലിഗേഷൻ ഇല്ലേ. പക്ഷേ ഇൻ ദിസ് കേസ് മോർഗേജർ ഡസ് നോട്ട് ഹാവ് എനി പേഴ്സണൽ ഒബ്ലിഗേഷൻ ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ദി ഡെപ്റ്റ്. Therefore, in case of mortgaged property is not sufficient to meet the mortgagee's claim, he cannot recover the balance of out of any other property of the mortgager, റൈറ്റ്. അപ്പം ഇതാണ് ഇതിലെ കുഴപ്പം. അതായത് സിമ്പിൾ മോർഗേജിൽ വെൻ ദി പേഴ്സൺ or mortgager binds himself, any rise or fall in the value of mortgaged property will not affect mortgagee or the banker. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും, അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്നു, എന്തായിട്ട് കൊടുക്കുന്നു, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നു. ആ സെക്യൂരിറ്റി വെച്ചിട്ട് ലോൺ തരുന്നു. പക്ഷേ പെട്ടെന്ന് ആ സെക്യൂരിറ്റിയുടെ വാല്യൂ കുറയുന്നു എന്ന് വിചാരിക്കുക. ലോൺ എമൗണ്ടിനേക്കാളും താഴെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബാങ്കർ ആസ് എ മോർഗേജി കാണ്ട് റീകൂപ്പ് ദി ബാലൻസ് എമൗണ്ട്. ആ ഒരു ബാലൻസിങ് എമൗണ്ട് ഉണ്ടല്ലോ, അത് റീകൂപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ പേഴ്സണൽ ബൈൻഡിങ് ഇല്ല, കണ്ടീഷൻ ഓഫ് സെയിലിൽ പേഴ്സണൽ ബൈൻഡിങ് ഇല്ല. കണ്ടീഷൻസ് ഉണ്ട്, സെയിലിൻ്റെ കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് മോർഗേജ് ബൈ കണ്ടീഷൻ ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഫാക്ടറി മോർഗേജ് ഓർ ഫാക്ടറി മോർഗേജ് അല്ലേ, ഫാക്ടറി മോർഗേജ്. Right. Usufructory mortgage is one where the mortgager delivers or agrees to deliver the possession of mortgaged property to the mortgagee and authorize him to retain such possession until payment of the mortgage money, to receive the whole or any part of the rents profit acquired from the property, and to appropriate such rents or profit in lieu of interest in payment of mortgage money, or partly in lieu of interest and partly in lieu of mortgage money. Okay, so usufructory mortgage എന്ന് പറഞ്ഞാൽ എന്താണ്, usu means use, right? It is a right to use or enjoy something, right? Usu means what, it is use, right? use എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ പറയുന്നത്. അപ്പം it is right to use or enjoy something, right? എന്താണോ അത് നമ്മൾ മോർഗേജ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്ന അയാൾ, റൈറ്റ്. അപ്പം നമ്മൾ പറയില്ലേ, കൈവശ പണയം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അതായത് he can use it, right? he can use it. So അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞാൽ he can retain the mortgagee he has the right to retain such possession until payment of mortgage money is done, right? പിന്നെ നമ്മളിപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. പിന്നെ എന്താണ്, ഏതെങ്കിലും റെൻസും അല്ലെങ്കിൽ പ്രോഫിറ്റ്സും കിട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് എന്ത് ചെയ്യാം, അയാൾക്ക് അത് ആ റെൻ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയത് ഇൻട്രസ്റ്റിലേക്കോ അല്ലെങ്കിൽ മോർഗേജ് മണിയിലേക്കോ വക മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഫാക്ടറി മോർഗേജിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഒന്ന്, ദി മോർഗേജി ഗെറ്റ്സ് പൊസഷൻ ഓഫ് മോർഗേജ്ഡ് മണി, റൈറ്റ്. അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, പൊസഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ. മറ്റേതിലെല്ലാം നമ്മൾ എന്താ പറഞ്ഞത്, റൈറ്റ് ആണ് അല്ലേ, റൈറ്റ്. എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പ്രോപ്പർട്ടി പൊസഷനും അങ്ങനെ കൊടുക്കുന്നില്ല അല്ലേ. Now what happens, അപ്പോൾ ഇവിടെ usufructoryയിൽ ദി മോർഗേജി ഗെറ്റ്സ് ദി പൊസഷൻ ഓഫ് ദി മോർഗേജ് പ്രോപ്പർട്ടി, പൊസഷനും കിട്ടും, കൈവശം
അയാൾക്ക് കൈവശം വയ്ക്കാം. ഫിസിക്കൽ പൊസഷൻ കിട്ടും കേട്ടോ. രണ്ടാമത്തെ ഒരു ഫീച്ചർ പറയുന്നത് ദി മോർഗേജി ഹാസ് ദി റൈറ്റ് ടു റിസീവ് ദി റെൻറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് എക്വയറിംഗ് ഫ്രം ദി മോർഗേജ് പ്രോപ്പർട്ടി. അത് ഒരു കുറച്ച് കട റൂമുകളാണെന്ന് വിചാരിക്കുക. അത് അയാൾക്ക് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം അല്ലേ. ഇതിനകത്തുനിന്ന് റെൻറ്റ് കിട്ടുന്നുണ്ടാവും. ആ റെൻറ്റ് വയ്ക്കുമ്പോൾ ആർക്ക് യൂസ് ചെയ്യാം? ഈ മോർഗേജിക്ക് യൂസ് ചെയ്യാം. മോർഗേജർ ഡസ് നോട്ട് ഹാവ് എനി പേഴ്സണൽ ലയബിലിറ്റി കേട്ടോ. ഇവിടെയും മോർഗേജർക്ക് എന്തില്ല? ഡസ് നോട്ട് ഹാവ് എനി പേഴ്സണൽ ലയബിലിറ്റി ഇൻ ദി മോർഗേജേഴ്സ് ഇഫ് ദി മോർഗേജർ ഫെയിൽസ് ടു ബ്രിങ് എ സ്യൂട്ട് ഓഫ് റിഡംഷൻ വിത്തിൻ 60 days ദി മോർഗേജി ബിക്കംസ് ദി ആബ്സല്യൂട്ട് ഓണർ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. ഒരു സ്യൂട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ് എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുകയോ ചെയ്തിട്ട് 60 ദിവസത്തിനുള്ളിൽ മോർഗേജർ റിഡംഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ടും ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ എന്താവും? അത് മോർഗേജിയുടെ സ്വന്തമായിട്ട് മാറും. ഓക്കെ. സോ usufructuary മീൻസ് ഹി ക്യാൻ യൂസ് ഇറ്റ്. ആർക്കാണ്? മോർഗേജി ക്യാൻ യൂസ് ഇറ്റ്. If any profit is arising, he can use that amount for the payment of interest or as payment of interest. He can keep it as payment of interest or payment of mortgage money. Okay, that is what usufructuary mortgage is all about. Now comes English mortgage അല്ലേ. അപ്പം ഇംഗ്ലീഷ് മോർഗേജ് എന്ന് പറയുന്നത് വൺ വേർ ദി മോർഗേജർ ബൈൻഡ്സ് ഹിംസെൽഫ് ടു റീപേ ദി മോർഗേജ് മണി ഓൺ എ സർട്ടൻ ഡേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദി മോർഗേജ് പ്രോപ്പർട്ടി ആബ്സല്യൂട്ട്ലി ടു ദി മോർഗേജി. റൈറ്റ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഹി ബൈൻഡ്സ് ഹിംസെൽഫ് കേട്ടോ. ഇവിടെയും ബൈൻഡിങ് വരുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ബൈൻഡിങ് കണ്ടതാണ്. ഇവിടെയും ബൈൻഡിങ് വരുന്നുണ്ട്. ഹി ബൈൻഡ്സ് ഹിംസെൽഫ്. റൈറ്റ്. ഇംഗ്ലീഷ് മോർഗേജ് ഹാസ് ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദി മോർഗേജർ മേക്സ് എ പേഴ്സണൽ പ്രോമിസ് ടു റീപേ ദി മോർഗേജ് മണി ഓൺ എ സർട്ടൻ ഡേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹി പേഴ്സണലി ബൈൻഡ്സ്. റൈറ്റ്. അപ്പോൾ എന്താണ്? ഹി ഹാസ് പേഴ്സണൽ ലയബിലിറ്റി. റൈറ്റ്. ദെൻ ദി പ്രോപ്പർട്ടി മോർഗേജ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി മോർഗേജി. The mortgagee therefore is entitled to take immediate possession of the property. Right. അപ്പം ഇവിടെ പൊസിഷൻ കിട്ടും. നമ്മൾ ഇതിന് മുന്നേ ഒരു പൊസിഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തരത്തിലുള്ള ഇംഗ്ലീഷ് മോർഗേജിലും ദി മോർഗേജി ഓർ ദി ബാങ്കർ ഗെറ്റ് ദി പൊസഷൻ. The transfer is subject to this condition that the mortgagee will retransfer the property to the mortgager upon making payment of the mortgage money as agreed. Right. അതായത് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ലോൺ എടുത്ത പൈസ തിരിച്ചടച്ചു കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കണം. ബാങ്കർ അത് തിരിച്ച് ബോറോവർക്ക് കൊടുക്കണം. ഓക്കെ. സോ ദാറ്റ് വാസ് അബൌട്ട് ഇംഗ്ലീഷ് മോർഗേജ്. നൗ വി ഹാവ് NMLS mortgage. Right. NMLS mortgage എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ വിച്ച് ഈസ് നോട്ട് എ സിമ്പിൾ മോർഗേജ്. മോർഗേജ് ബൈ കണ്ടീഷൻ ഓഫ് സെയിൽ, ഈവൻ usufructuary mortgage or English mortgage. Right. ഇതൊന്നും അല്ലാത്ത ഏതെങ്കിലും ഒരു തരത്തിലുള്ള മോർഗേജ്. റൈറ്റ്. By depositing the title deed is what we call as NMLS mortgage. Right. NMLS mortgage. A mortgage other than any of the mortgage explained so far, it is an NMLS mortgage. Such a mortgage includes mortgage framed by combination of 2 or more different types of mortgages. It depends. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇത് ഒരു ബോറോവറും അതുപോലെ തന്നെ ലെൻഡറും തമ്മിലൊരു കോൺട്രാക്റ്റ് അല്ല. കോൺട്രാക്റ്റിനകത്ത് വളരെ കാര്യമായിട്ട് അവർ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും എങ്ങനെയാണ് കോൺട്രാക്റ്റ് നടക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഡീഡിൽ അവരത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിത് മുന്നേ ഡിസ്കസ് ചെയ്ത പല മോർഗേജുകളിൽ ഒരു മിക്സ് ആയിട്ടായിരിക്കും അവരത് യൂസ് ചെയ്യുന്നുണ്ടാവുക. റൈറ്റ്. It may have both the properties of any of the above explained mortgage. So that is how we get an MLS mortgage. Okay. Then we have legal mortgage. Right. According to the transfer of title. Right. According to the transfer of title, mortgage can be divided into two: legal and equitable. Right. Legal and equitable. Right. എന്താണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ടൈറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇൻ എ ലീഗൽ മോർഗേജ്, ലീഗൽ ടൈറ്റിൽ ടു ദി പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ഫേവർ ഓഫ് മോർഗേജ് ബൈ ഡീഡ്. റൈറ്റ്. അപ്പോൾ മോർഗേജിലേക്ക് ഒരു ഡീഡ്. അപ്പോൾ ഡീഡ് എന്ന് പറയുമ്പോൾ ഒരു അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് ആണ്. ദി ഡീഡ് ഈസ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ₹100 or more. റൈറ്റ്. അപ്പോൾ 100 രൂപയ്ക്ക് മുകളിലുള്ള സാധനമാണെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. ഒരു രജിസ്ട്രാറിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. On repayment of loan, legal title is transferred to the mortgager. The method of creating charge is expensive as it involves registration charge and stamp duty. അല്ലേ? തീർച്ചയായിട്ടും അത് എക്സ്പെൻസീവ് ആകും. അപ്പം എന്നാണോ നമ്മൾ അല്ലെങ്കിൽ എപ്പോഴാണോ ലോണിൻ്റെ റീപേയ്മെൻറ്റ് നടക്കുന്നത് ആ സമയത്ത് ടൈറ്റിൽ ആർക്ക് തിരിച്ചു കൊടുക്കണം? മോർഗേജർക്ക് തിരിച്ച് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. റൈറ്റ്.
ഇക്വിറ്റബിൾ മോർഗേജ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇക്വിറ്റബിൾ മോർഗേജ് ഓർ ലീഗൽ മോർഗേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ക്ലാസിഫിക്കേഷൻ ഓഫ് മോർഗേജ് ഓൺ ദി ബേസിസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എന്തുണ്ടാവും, ഈ ലീഗൽ അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ടൈപ്സ് ഉണ്ടാവും. കാരണം ചിലതിൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ചിലതിൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. മനസ്സിലായോ? So what happens in equitable mortgage? An equitable mortgage is affected by the delivery of document of title to the property to the mortgagee. Through the memorandum of deposit, the mortgager undertakes to grant a legal mortgage if he fails to pay the mortgage money. Okay, so what happens here? Uh, so we could say that an equitable mortgage is one where the mortgagor transfers the document title to the mortgagee for the purpose of creating an equitable interest, right, of the mortgage, right. Here the legal title of the property is not transferred, right. മറ്റേതിൽ എന്ത് ചെയ്യുന്നു, ലീഗൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ലീഗൽ മോർഗേജിൽ ലീഗൽ ടൈറ്റിൽ is transferred. Here, right, here what happens, it is not transferred, right. So when the mortgagor fails to pay the mortgage money on a specified date, the mortgagee can approach the court to convert the equitable mortgage into a legal mortgage. അപ്പോൾ equitable mortgageനെ എന്ത് ചെയ്യാം, legal mortgageനെ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. For that, the mortgagee will approach the court if the borrower is not making the payment. Okay. So what are the rights of mortgager, right? So mortgagerക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റൈറ്റുകളുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു 4 റൈറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. റൈറ്റ് ടു റിഡംഷൻ, റൈറ്റ്, റൈറ്റ് ടു transfer mortgage property to a third party instead of free transferring, right, transfer to third party, right. Then right of inspection and production of documents. Okay, ഇപ്പം ഇവിടെ പറഞ്ഞ 2 റൈറ്റുകൾ, ഇറ്റ് വാസ് ടൈപ്പിംഗ് എറർ. Right to transfer mortgage to a third party, transfer of third party same ആണ്. Instead of that, we will say addition to mortgage property, right, addition to mortgaged property. So we'll see one by one. What is right to redemption? Right to redemption എന്ന് പറഞ്ഞാൽ he has the right to obtain the possession of the property from the mortgagee, right. ഇപ്പം മോർഗേജർക്ക് എന്ത് റൈറ്റാണ് ഉള്ളത്? he has the right to get it back, അല്ലേ. നമ്മളൊരു കാര്യം മോർഗേജ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അസറ്റ് ഒരാൾക്ക് ഒരു അസറ്റിൻ്റെ പൊസിഷൻ ഒരാൾക്ക് കൊടുത്തു, അത് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് തിരിച്ച് നമുക്ക് കിട്ടാനുള്ള, അല്ലെങ്കിൽ മോർഗേജിൽ ആ റൈറ്റ് നമുക്ക്, ആ ടൈറ്റിൽ നമുക്ക് തിരിച്ച് കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, റൈറ്റ്, ആസ് എ മോർഗേജർ, right. He is also entitled to get back the mortgage deed, right. അപ്പം ആ പ്രോപ്പർട്ടി മാത്രമല്ല, മോർഗേജ് ഡീഡും കൂടി തിരിച്ച് and all the other documents he will get it back. Okay, then നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ ടു തേർഡ് പാർട്ടി, അല്ലേ. ദി മോർഗേജർ ഹാസ് ദി റൈറ്റ് ടു ഗെറ്റ് ദി മോർഗേജ് പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ടു എ തേർഡ് പാർട്ടി ഇൻസ്റ്റെഡ് ഓഫ് റീട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി ടു ഹിം, റൈറ്റ്. അപ്പം ഞാനൊരു സാധനം, ഒരു അസറ്റ് വേറെ ഒരു ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ബാങ്കിൽ മോർഗേജ് ചെയ്തു. ആ ബാങ്കിൽ നിന്ന് അത് വേണമെങ്കിൽ വേറൊരാൾക്ക് നമുക്ക് എൻ്റെ കയ്യിലേക്ക് വരാതെ തന്നെ വേറൊരാൾക്ക് കൊടുക്കാം. അതാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, then I said right of inspection and production of documents, അല്ലേ. സോ മോർഗേജർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും മോർഗേജിക്ക്, അല്ല, മോർഗേജിൽ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. Mortgager has the right to inspect and make copies of all the documents of title which are in custody of mortgagee. അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ എല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ഡീഡ് എല്ലാം എവിടെ ഇരിക്കുന്നത്, മോർഗേജിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം അത് അവർ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ബാങ്കൊക്കെ ആകുമ്പോൾ ബാങ്കിങ്ങിൻ്റെ വർക്കിംഗ് അവേഴ്സിലേക്ക് പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, മോർഗേജർക്ക് അത് ഇൻസ്പെക്ട് ചെയ്യാം, അതിൻ്റെ കോപ്പിയൊക്കെ എടുക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ട്രാൻസ്ഫർ ഓഫ് തേർഡ് പാർട്ടി ഇവിടെ റിപ്പീറ്റ് ചെയ്തതിന് പകരം പറഞ്ഞത് അഡീഷൻ ടു മോർഗേജ് പ്രോപ്പർട്ടിയാണ്. ദി മോർഗേജർ ഈസ് എൻടൈറ്റിൽഡ് to all the additions or improvement made on the
mortgaged property by the mortgagee. If mortgagee is using it, mortgagee use ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് നമ്മൾ പറഞ്ഞില്ലേ. If mortgagee is using it and if it is producing something in addition to what the mortgager have given, ആ അഡീഷണൽ കാര്യവും അഡീഷൻസും ആർക്കും അവകാശപ്പെട്ടതാണ്, മോർഗേജർക്ക് അവകാശപ്പെട്ടതാണ്. സോ വെൻ ദി റീപേയ്മെൻറ്റ് ഇസ് ഡൺ ഹി ഹാസ് ടു ഗിവ് ഇറ്റ് ബാക്ക്, റൈറ്റ്? ദാറ്റ് ഈസ് ഹൗ വി ഹാവ് 4 different rights. Okay. At the same time, മോർഗേജർക്കുള്ള പോലെ തന്നെ there is right to mortgagee, right? Rights are like foreclosure, right to sue for sale, right to sue for mortgage money, right to sale without court intervention, right to the accession of mortgage property. Okay. Then right of possession, right? Possession. We have these 6 different rights of a mortgagee. We will see one by one. What is foreclosure? Foreclosure means debarring the mortgager from exercising his right of redemption. Right? The mortgagee can exercise this right by obtaining the decree of court on that effect. Foreclosure എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് അതായത് നേരത്തെ നമ്മൾ റിഡംഷൻ, റൈറ്റ് ഓഫ് റിഡംഷനിൽ പറഞ്ഞില്ലേ, മോർഗേജർ ക്യാൻ റിഡീം ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞില്ല. അങ്ങനെ അയാളുടെ ആ ഒരു റൈറ്റ് റിഡീം ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ഓഫ് റിഡംഷൻ നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. ആസ് എൻ മോർഗേജി ഹി ഹാസ് എ റൈറ്റ് ടു ബ്ലോക്ക് ഇറ്റ്. ബട്ട് അതിനെന്ത് വേണം? ഹി ഹാവ് ടു ഗെറ്റ് എ ഡിഗ്രി ഫ്രം ദി കോർട്ട്. ഓക്കെ. Suit for sale is nothing but he can file a suit in the court of law for sale of the mortgage property. The mortgage is entitled to recover his dues from the sale. Right? That's for sure. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഒരു ഡീഫോൾട്ട് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അത് ലോണിൻ്റെ ഡീഫോൾട്ട് വരുമ്പോൾ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് അത് സ്യൂ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സെയിൽ വിത്തൗട്ട് yes, sue for mortgage money means the mortgagee has the right to file suit in court of law for mortgage money in certain cases, right? അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്യൂ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞത് എന്താണ്? സ്യൂ ഫോർ സെയിലാണ്, റൈറ്റ്? വിൽക്കാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വെൻ ദി മോർഗേജർ ബൈൻസ് ഹിംസെൽഫ് പേഴ്സണലി ടു റീപേ ദി മണി, റൈറ്റ്? അപ്പോൾ ചില കേസുകൾ നമ്മൾ കണ്ടു, ഹി ബൈൻസ് ഹിംസെൽഫ് എന്ന് പറഞ്ഞു അല്ലേ. അവിടെ നമുക്ക് സെയിൽ ഓഫ് ഗുഡ്സ് അല്ല വേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്? പൈസയാണ് തിരിച്ചു വേണ്ടത്, അല്ലേ? മോർഗേജിക്ക് എന്താ വേണ്ടത്? മോർഗേജിക്ക് അയാൾ കൊടുത്ത പൈസയാണ് തിരിച്ചു വേണ്ടത്. അപ്പം ആ പൈസ തിരിച്ചു കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? കോടതിനെ സമീപിക്കാം, റൈറ്റ്? ഹി ക്യാൻ ഓൾസോ ഹാവ് റൈറ്റ് ടു സെയിൽ, പക്ഷേ the right to sale without court intervention, but എന്താ പറയുക, ample notice period should be given. Then next is right to accession of mortgage property, and in that case നേരത്തെ പറഞ്ഞ പോലെ mortgage is entitled for all additions or improvement in mortgage property made by the mortgager after the date of mortgage. For example, suppose there is a person who mortgaged a plot of land to a bank, right? After ലാൻഡ് കഴിഞ്ഞിട്ട്, അതായത് ഒരു ലാൻഡുമേയാണ് ആദ്യം എന്ത് വരുന്നത്? മോർഗേജ് വരുന്നത്. പക്ഷേ അതായത് ഈ മോർഗേജ് എന്ന് പറയുന്ന ഈ ഒരു കോൺട്രാക്ട് എഴുതിയതിന് ശേഷമാണ് അദ്ദേഹം അവിടെ ഒരു ബിൽഡിംഗ് പണിയണമെന്ന് വിചാരിക്കുക. ആ ബിൽഡിങ് കൂടിയും ലാൻഡിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ബിൽഡിങ് കൂടിയും ഏതിൻ്റെ ഭാഗമായിട്ട് മാറും? ഈ മോർഗേജിൻ്റെ ആ ഒരു മോർഗേജിൻ്റെ ഭാഗമായിട്ട് മാറും, റൈറ്റ്? അപ്പം അഡീഷൻസ് ഉണ്ടാകുന്നതും മോർഗേജിൻ്റെ ഭാഗമായിട്ട് മാറും കേട്ടോ. സോ സെക്യൂരിറ്റി ആയിട്ട് തന്നെ അതും സെക്യൂരിറ്റി ആയിട്ട് മാറും. റൈറ്റ് ഓഫ് പൊസഷൻ ഇൻ കേസ് ഇഫ് ദി മോർഗേജ് ഡീഡ് പ്രൊവൈഡ്സ് ദി മോർഗേജി ഫോർ പൊസഷൻ ഓഫ് മോർഗേജ് പ്രോപ്പർട്ടി, ഹി മസ്റ്റ് ഗെറ്റ് സച്ച് പൊസഷൻ, റൈറ്റ്? അപ്പോൾ പൊസഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊസഷൻ അലൗഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ പൊസഷൻ തരാമെന്ന് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ പൊസഷൻ കിട്ടാനുള്ള റൈറ്റും ആർക്കുണ്ട്? മോർഗേജിക്ക് ഉണ്ട്, റൈറ്റ്? So this was about mortgage. നമുക്ക് ഇനി hypothecation ആണ് പഠിക്കാനുള്ളത്. So you'll see what is hypothecation. Hypothecation means offering an asset as collateral security to the lender. Okay, we are offering an asset. Herein the ownership lies with the lender and the borrower enjoys the possession, right? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക? അത് ഓണർഷിപ്പ് ആർക്ക് കൊടുക്കും? ലെൻഡർക്ക് കൊടുക്കും. പക്ഷേ പൊസഷൻ ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ കയ്യിലായിരിക്കും പൊസഷൻ. ഇൻ ദിസ് കേസ് നമ്മുടെ കയ്യിൽ ഞാൻ ഉദ്ദേശിച്ചത് ബോറോവറിൻ്റെ കയ്യിൽ അതിൻ്റെ പൊസഷൻ ഉണ്ടാവും. സോ ബോറോവർ ക്യാൻ യൂസ് ഇറ്റ്
ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ KSRTC പോലത്തെ ബസ്സുകളുണ്ടല്ലോ, അത്തരം ബസ്സുകൾ നമുക്ക് ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് പൈസ കടം തരുന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ഓൺലി തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു റൈറ്റ് ഇൻ ദാറ്റ് എന്താ പറയുക, ആ അസറ്റും എന്ത് എഴുതി വെക്കേണ്ടി വരും, ഇറ്റ് ഈസ് ഹൈപ്പോത്തിക്കേറ്റഡ് ടു സച്ച് ആൻഡ് സച്ച് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കേണ്ടി വരും. Right. In case of default by the borrower, the lender can exercise this ownership right to seize the asset. അപ്പം ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള ആ ഓണർഷിപ്പ് ഡീഡ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഓണർഷിപ്പിൻ്റെ ആ ഒരു ഹൈപ്പോത്തിക്കേഷൻ വെച്ചുകൊണ്ട് അയാൾക്ക് ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് തിരിച്ച് എടുക്കാനും പറ്റും. ഓക്കെ, സോ ബിലോ ആർ തിങ്സ് വിച്ച് ഷുഡ് ബി നോട്ടഡ്, റൈറ്റ്? നമ്മൾ പറയില്ലേ പ്രിക്കോഷൻസ് എന്നൊക്കെ പറയില്ല, പ്രിക്കോഷൻസ് ടു ബി ടേക്കൻ വൈൽ ലെൻഡിങ് in case of hypothecation. Okay, so precaution to be taken while granting advance on hypothecation. The first one, the integrity of the borrower, because the borrower is going to use it. Like borrower asset കൊണ്ട് പോയി കഴിഞ്ഞാലോ, even though we have the title deed, we can't do anything. അല്ലേ? അപ്പോൾ അതുകൊണ്ട് integrity of the borrower is very much important. So the banker should check the integrity of borrower, right? Second, purpose of loan, right? See that the loan is given to a productive purpose so that he gets enough income to repay it back. Okay, so അത് എന്താണ്, അത് ഇറ്റ് ഈസ് എൻ മസ്റ്റ്. ഓക്കെ, ദെൻ നേച്ചർ ഓഫ് ദി കമ്മോഡിറ്റി, പെറിഷബിൾ ആയിട്ടുള്ള തരത്തിലുള്ള സാധനങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവുന്ന തരത്തിലുള്ള സാധനങ്ങളല്ല എന്നുള്ളത് നോക്കുക എന്നുള്ളത് നമ്മൾ നോക്കണം. ആൻഡ് ദി ബാങ്കർ ക്യാൻ ആസ്ക് ഫോർ all type of information regarding that particular commodity, right? എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷനും ആരുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാം, ദി ബോറോവറുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാം. ഓക്കെ, ദി നോളജ് ഓഫ് ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്, റൈറ്റ്? സോ ദി ബാങ്കർ ഷുഡ് ഗെറ്റ് ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി മാർക്കറ്റ്, റൈറ്റ്? നമുക്കൊരു അസറ്റ് വന്നു, ആ അസറ്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്, അത്തരം എന്താണ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻകം, എന്താണ് അത് ആ പ്രോഡക്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും വരുന്ന പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് എവിടെയൊക്കെ യൂസ് ചെയ്യാം, അത്തരം മാർക്കറ്റ്സിനെ കുറിച്ച് ഒരു നോളജ് ആർക്കുണ്ടായിരിക്കണം, ദി ബാങ്കർ ഷുഡ് ഹാവ്. ഓക്കെ, ദെൻ പ്രോപ്പർ കെയർ ഇൻ വാല്യുവേഷൻ, പ്രോപ്പർ വാല്യുവേഷൻ ഷുഡ് ബി ഡൺ. ഒന്ന് അണ്ടർ വാല്യൂഡ് ആവാനും പാടില്ല, ഓവർ വാല്യൂഡ് ആവാനും പാടില്ല. എസ്പെഷ്യലി ഓവർ വാല്യുവേഷൻ ഹാപ്പൻസ്, ഇഫ് ഓവർ വാല്യുവേഷൻ ഹാപ്പൻസ് ദി ബാങ്ക് വിൽ ലൂസ് മണി, അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇൻ കേസ് ഓഫ് hypothecation, ascertain the title of the owner, right? So make sure that the title is good. Okay, then proper storage, in case of storage, proper storage should be ensured, right? അപ്പം സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ സ്റ്റോറേജ് എൻഷുർ ചെയ്യണം. ആൻഡ് ഓൾവേസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ഹൈപ്പോത്തിക്കേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു പ്ലേറ്റ് വെക്കണം, അല്ലേ? അപ്പോൾ ബാങ്കിൻ്റെ പേരിൽ ആ ഒരു സാധനം ആൾക്കാർ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് കൂടി ഉറപ്പാക്കണം. സോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഹൈപ്പോത്തിക്കേഷൻ്റെ കേസിൽ പ്രിക്കോഷൻസ് ആയിട്ട് എടുക്കാനുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് മോർഗേജ് ആൻഡ് ഹൈപ്പോത്തസിസ്. താങ്ക് യു.